സിദ്ദീഖിനോട് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ദുനിയാവിൽ ഏറ്റവും അലങ്കാരവും സൗന്ദര്യവും സന്തോഷവുമുള്ള പല കാര്യങ്ങളുമുണ്ട് സിദ്ദീഖേ. ഏതാണ് കാര്യങ്ങൾ എന്നോ? സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വയ്ബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ. സിദ്ദീഖേ, എനിക്ക് ദുനിയാവിൽ ഏറെ ഇഷ്ടം അത്വയ്ബു സുഗന്ധം പൂശലാണ്. 2 വന്നിസാഉ എന്റെ ഭാര്യമാരോട് കൂടെ ഇരിക്കലാണ്. വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കണ്ണ് കുളിർക്കലാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്താ സലാത്തുൻ ഹുബ്ബിബ ഇലൈ? നല്ലോണം ചിന്തിക്കണം കേട്ടോ. ഇതിന് അർത്ഥം പറഞ്ഞ് അതിന്റെ അപ്പുറം പറയുമ്പോഴാണ് ഇത് മനസ്സിലാക്കുക. ഈ ദുനിയാവിൽ എനിക്കേറെ ഇഷ്ടം 3 കാര്യമാണ്. ആരോട് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു സദസ്സിൽ പറഞ്ഞു. ആ സദസ്സിൽ ആരുമുണ്ട്? സിദ്ദീഖുൽ അക്ബറും ഉണ്ട്. അപ്പൊ പറഞ്ഞു സലാത്തുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം സിദ്ദീഖ് അടക്കമുള്ളവരെ 3 കാര്യമാണ്. അതേതാ? അത്വയ്ബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ. അത്വയ്ബ് സുഗന്ധം പൂശുക. 2 വന്നിസാഉ എന്റെ ഭാര്യമാരോടുകൂടെ ഇരിക്കുക. ദുനിയാവിൽ ഇഷ്ടം 1 സുഗന്ധം പൂശൽ, ഭാര്യമാരെ കൂടെ ഉണ്ടാവും. 3 വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കണ്ണ് കുളിർത്തങ്ങനെ കിടക്കുക. നിൽക്കുക, റുകൂഇലാവുക, സുജൂദിലാവുക, അതിനപ്പുറം അർത്ഥം നിനക്കറിയൂല. അപ്പോൾ തൊട്ടടുത്തുണ്ട് സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു, അപ്പൊ അൻതയാ അബൂബക്കർ, അബൂബക്കറെ നിങ്ങൾക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടമുള്ള കാര്യം ഏതാ? അപ്പോൾ പറഞ്ഞു പിന്നെന്താ? ഇവിടുന്ന് പോയാൽ വല്ല കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടി പണിക്കോവ. മനസ്സിലായില്ല? ബാക്കിയുള്ളതല്ല, ഞാൻ പണിക്കോണ് നിങ്ങൾക്ക് പൈസ തരാനാണ്. മനസ്സിലായി? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ആളാണ് ഏറ്റവും വലിയ നേതാവ് സയ്യിദുനാ സിദ്ദീഖ്. ഉറക്കെ പറ സയ്യിദുനാ സിദ്ദീഖ്. എന്തേ ഉള്ളറിഞ്ഞു? നമ്മക്കോ ഉള്ളറിഞ്ഞു. എന്താ ഒരു മനുഷ്യനെങ്ങനെ നോക്കിയിരിക്കാൻ? ഞാൻ ഇപ്പൊ നിങ്ങളങ്ങനെ നോക്കാം. ഒന്ന് നോക്കിയാൽ തിരക്കടില്ല, പിന്നെ നോക്കിയാൽ എന്താ പറയാ, എന്നൊക്കെ വല്ല സോക്കടുണ്ടോ? സത്യല്ലേ മനുഷ്യന്മാർ? പരിപാടി നിങ്ങളെ സ്വന്തം പെണ്ണുങ്ങളെപ്പം ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട് ഒരു നോട്ടം കാര്യമായി നോക്കിയാൽ തന്നെ ചൂടാവും. നിങ്ങൾ നാടാൾ കാണാം. പിന്നെ നോക്കിയ പറയും, മൂത്ത മകനെ വിളിച്ച് പറയും, എന്താ ബാപ്പാക്ക് എന്തോ പറ്റി. ഇതാരാ നോക്കുകയാണെന്ന് പറയുന്നത്? നിങ്ങളെ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം എന്താണ്? അത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ആരോടാ പറയണത്? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനായ മുഹമ്മദ് മുസ്തഫയോട്. എന്നാ നബി പറയുന്നുണ്ടോ ആ ജാതി വർത്താനം വിടലൊന്നും എന്നോട് പറയണ്ട. ശരി വെച്ചു, ശരിയാണ്. എന്റെ ആ ഒരു നോട്ടം കൊണ്ട് സിദ്ദീഖ് ഇനി അങ്ങോട്ട് കയറും. അത് ഓരോ സെക്കൻഡിലും വേറെ വേറെ അറിവാണ് ആ നോട്ടം. ചില ആളുകൾ ചോദിക്കും, സിദ്ദീഖിന്റെ മൗലൂദ് ഏതായിരുന്നു? സിദ്ദീഖിന്റെ മൗലൂദ് ഇതാണടാ, അതിന് എനിക്കും കഴിയോ? സിദ്ദീഖിന് ഓതാൻ നേരമുണ്ടോ? തന്നെ രോണി അന്തം വേണം. ഇത് അങ്ങാടി നിന്ന് വാങ്ങിയാൽ കിട്ടൂല, അത് പഠിച്ചോൻ തരണം. സ്വഹാബത്തിന്റെ മുഴുവൻ മൗലൂദ് ഇതാ. ഹബീബാ നബിയെ നോക്കിയിരിക്കുക, മുഹമ്മദ് മുസ്തഫ നോക്ക, പിന്നെ നോക്ക, പിന്നെ നോക്ക. അവസാനം വന്ന വഹ്ശി തൂണിന് മറിഞ്ഞിരുന്ന കരീം മുഖത്ത് നോക്കിയിട്ട് തൂണിന് മറിഞ്ഞിരിക്കും. വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മനുഷ്യന്മാർ എന്താ നോക്കിയിരിക്കുന്നത്? വഹ്ശി ബിൻ ഹർബ് ഖാതിൽ ഹംസ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത ആളാണ്. ആര്? വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ ചോട്ടിൽ തലവെച്ച മനുഷ്യനെ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് മടിയാണുള്ളത്?
എങ്ങനെയാ ഉറക്കപ്പറ വഹ്ശ് ബിൻ ഹർബ് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിച്ച അവസാന കാലം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിച്ച മഹാനായ ഖാതിൽ ഹംസ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയ മഹാനാണ്. ബഹുമാനപ്പെട്ട അവസാന കാലം ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിച്ച മഹാനാണ് വഹ്ശ് ബിൻ ഹർബ്. എന്താ അവസാനത്തെ കാലത്തൊക്കെ അവരുടെ പണി എന്താ? മസ്ജിദി, പള്ളിയിലെ ഒരു തൂങ്കാലിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കും. അങ്ങോട്ടേക്ക് നോക്കും, ഇങ്ങനെ വരും. ആ പുണ്യ റസൂലിനെ നോക്കും, കരയും. ആ പുണ്യ റസൂലിനെ നോക്കും, പിന്നെയും കരയും. ആ മുഖത്തേക്ക് നോക്കും, പിന്നെയും കരയും. ഈ മഹാന്റെ ഏറ്റവും വലിയ സഹായിയായ ഹംസയെ എന്റെ കൈ കൊണ്ട് കൊല്ലണ്ടി വന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് മദീന പള്ളിയിൽ വീണ് പൊട്ടിക്കരയും. ആര്? ആ മുഖത്തേക്ക് നോക്കും, കരയും. പിന്നെ നോക്കും, കരയും. ആര്? വഹ്ശ് ബിൻ ഹർബ്. ഏറ്റവും മുന്തിയ സ്വഹാബിന്റെ പണി എന്താ? ആ മുഖത്തേക്ക് നോക്ക. ഏറ്റവും അടിയിലുള്ള സ്വഹാബിന്റെ പണി എന്താ? ആ മുഖത്തേക്ക് നോക്ക. മനസ്സിലായോ പറഞ്ഞത്? അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ തന്നെ. പിന്നെ നോക്ക, പിന്നെ നോക്ക. ആരാണിവർ? ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹു പരീക്ഷിച്ച് അവരെ ഹൃദയങ്ങളെ പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ വിജയിച്ച ജനതയാണ് ആര്? അസ്ഹാബു റസൂലില്ലാഹ്. ആരവര്? അവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരാരാ? അവരെ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണത്തിലെല്ലാം അവർ പറ ജയിച്ചു. അവരെ പണി എന്താ? ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ ഒരാൾ ഉൾപ്പെടണമെങ്കിൽ അയാൾക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കണം. ഒരാളൊരു സുന്നിയാകണമെങ്കിൽ അയാൾക്ക് തൗഫീഖ് ഉണ്ടാവണം. അല്ലാതെ ഹബീബിന്റെ മൗലിദ് ഓതാൻ കഴിയുകയില്ല. ഹബീബിനെ മനസ്സിലാക്കാൻ ഒരാൾ മനസ്സിലാവില്ല എന്നെങ്കിലും മനസ്സിലാക്കണമല്ലോ. മുഅ്മിനെ, വളരെ നിങ്ങൾ ചിന്തിക്കണം. ഏതിലും ഹബീബായ റസൂലുള്ളാഹ്. എന്താ ഇന്നത്തെ ദിവസം? ഏതാ ഇന്നത്തെ ദിവസം?